പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വാട്ടർ മെട്രോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് കേരള പോലീസ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വെജ് ഹോട്ടലിൽ കയറി, വെജ് റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മസാല ദോശയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോപ്പുംപടി പാലം അല്ലെങ്കിൽ മട്ടാഞ്ചേരി പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ് ഈ തോപ്പുംപടി പാലം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ജൂയിഷ് ടൗണിലെത്തി. ഈ ജൂയിഷ് ടൗണിൽ തന്നെയാണ് നമ്മളെ ഈ കേരള പോലീസ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അടിപൊളി ടൗൺ ആട്ടോ. നല്ല ഈ ഒരു ടൗണിലെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേരള പോലീസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ കേരള പോലീസ് മ്യൂസിയത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസിൽ തന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു പോലീസിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. കേരള പോലീസ് മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള പോലീസിൻ്റെ ചരിത്രം, പരിണാമം, സേവനങ്ങൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റിയ ഒരു മികച്ച മാർഗ്ഗമാണ് കേരള പോലീസ് മ്യൂസിയം. പോലീസ് യൂണിഫോമുകൾ, യുദ്ധായുധങ്ങൾ, ആയുധപ്പുര, ബാഡ്ജുകൾ, റാങ്കുകൾ മുതലായ കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കൊളോണിയൽ കാലഘട്ടം മുതൽ ഇന്നുവരെയുള്ള കാലക്രമത്തിലാണ് ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ആയുധങ്ങൾ കാരണമുണ്ടാകുന്ന പരിക്കുള്ള തരങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന മ്യൂസിയമാണ് കേരള പോലീസ് മ്യൂസിയം എന്ന് പറയുന്നത്. വന്നിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അധികം എല്ലാവരും വിട്ടുപോകുന്ന ഒരു പാലസ് ആയിട്ടുള്ള മട്ടാഞ്ചേരി പാലസിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ജൂയിഷ് ടൗണിലൂടെ തന്നെ നടന്നാൽ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരി പാലസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മട്ടാഞ്ചേരി പാലസ് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. 500 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാവിഷ്ണുവിനും ഭഗവതി ദേവിക്കുമാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഭഗവതി ദേവിയെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതായെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ വികസനത്തിനായി കൊച്ചി രാജാവ് നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായൊരു ആചാരമാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. കോഴികളെ ഭഗവതി ദേവിക്ക് സമർപ്പിക്കുകയും ഭക്ഷണം നൽകുന്നതും ഉൾപ്പെടെയുള്ള അതുല്യമായ ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പേരുകേട്ടത്. വിജയത്തിൻ്റെ ഐതിഹ്യം. ആക്രമണ സമയത്ത് ക്ഷേത്രത്തെയും പ്രദേശത്തെയും സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് കോഴികളായി ഭഗവതി ദേവി പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരി പാലസിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. വർഷം 1545 കൊച്ചി രാജാവിന് സമ്മാനമായി പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം നിർമ്മിച്ച് സമ്മാനമായി നൽകി. സമീപത്തുള്ള ഒരു ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം രാജാവിനെ പ്രീതിപ്പെടുത്താനാണ് ഈ കൊട്ടാരം നിർമ്മിച്ച് നൽകിയത്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം. മട്ടാഞ്ചേരി പാലസ് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. അപ്പോൾ 5 രൂപയ്ക്കൊക്കെ വേർത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.